3 ദിവസങ്ങളായി സന്നിധാനത്ത് വലിയ തിരക്കാണ്. വലിയ തിരക്കെന്ന് വെച്ചാൽ നിയന്ത്രണ വിധേയമല്ലാത്ത തിരക്ക്. എന്നാൽ പരാതികൾ ഉയർന്നതോടെ കുറച്ചൊക്കെ വരുതിയിലേക്കായി എന്ന് വേണം പറയാൻ. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായി. പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും കർശന നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കയറ്റിവിടുന്നത്. വരും ദിവസങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരും. അരുൺ, ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് എന്നറിയാം. എങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, 2.5 ദിവസം എന്ന് വേണം പറയാൻ, വലിയ പരാതികളായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷം. അത് നേരത്തെ ഡിബേറ്റിനിടെ വന്നപ്പോഴും അരുൺ അങ്ങനെ തന്നെയാണ് പങ്കുവച്ചത്. എങ്ങനെ നിയന്ത്രണ വിധേയമാക്കി എന്നാണ്? തീർച്ചയായും നിയന്ത്രണ വിധേയമാക്കി എന്ന് പറയുമ്പോഴും അതിനകത്തൊരു വലിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അതായത് സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കണമെങ്കിൽ ആകെ ഉള്ള ഒരു മാർഗം പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും തീർത്ഥാടകരെ തടയുക എന്നുള്ളതാണ്. തീർത്ഥാടകരെ ഈ നിലയ്ക്കലും അതോടൊപ്പം തന്നെ പമ്പയിലും തടയുമ്പോൾ അവർക്ക് അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് തന്നെ കൃത്യമായി തന്നെ ഒരുക്കി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ രണ്ടിടത്തും ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ പ്രതിസന്ധികൾ അത് നമുക്ക് കൃത്യമായി തന്നെ ഓരോ മണിക്കൂറുകളിലും കാണാവുന്നതാണ്. കാരണം KSRTC ബസ്സുകളുടെ അഭാവം, അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളുടെ അഭാവം, വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇനി പമ്പയിലേക്കും നിലയ്ക്കലേക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും സന്നിധാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക്, ആ ഒരു ഭക്തജന തിരക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഭയാനകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സന്നിധാനവും അനുബന്ധ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ മാറുന്നു. അത് വലിയ പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. NDRF സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ മുതൽ തന്നെ 70 അംഗ NDRF സംഘം പൂർണ്ണ സജ്ജരായി സന്നിധാനത്ത് ഉണ്ടാകും. അതോടൊപ്പം തന്നെ RAFന്റെ ഉദ്യോഗസ്ഥരും ഈ സന്നിധാനത്തേക്ക്, കേന്ദ്ര സേനകളുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൂടി സന്നിധാനം എത്തും. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും വരുന്ന വഴികളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് മരക്കൂട്ടം അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. പരമാവധി തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കി നൽകുമെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഇപ്പോഴും പലയിടങ്ങളിലും കൃത്യമായി വെള്ളം കിട്ടാത്ത ഒരവസ്ഥകളൊക്കെ തന്നെ നിലവിലുള്ളത്. അത് വലിയ പ്രതിസന്ധിയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഭക്തരുടെ പ്രതിഷേധങ്ങൾക്ക് അതൊക്കെ തന്നെ ഇടവെക്കുകയും ചെയ്യുന്നു. എന്തായാലും തിങ്ങി നിറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ്. ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലവിൽ മാറിയിരിക്കുകയാണ്. എന്തായാലും ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ തന്നെ ഒരു താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ല. ഇനി വരാൻ പോകുന്നത് ഏറ്റവും തിരക്കേറിയ ഒരു സമയങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി 12 വിളക്ക് കഴിഞ്ഞാൽ മലയാളികളായുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്കുണ്ടാകും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മണ്ഡലപൂജ, മകരവിളക്ക്, ഈ സമയങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിലുണ്ടായ കുറ്റകരമായ ചോദിച്ചോട്ടെ, അതായത് സ്പോട്ട് ബുക്കിംഗ് നാളെ മുതൽ 5000 ആക്കി നിജപ്പെടുത്തുകയാണ്. അതായത് ഈ 5000-ൽ ഞാൻ ഉൾപ്പെടുമോ അയാൾ ഉൾപ്പെടുമോ എന്നറിയാൻ പറ്റാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വരെ നിരവധി പേർ 20,000 പേരെ കടത്തിവിടുമെന്ന് പറയുന്നുവെങ്കിലും അതിൽ കൂടുതൽ പേർ അവിടേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുന്നതോടെ വരുന്നവരുടെ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നാണോ, അതോ നിലയ്ക്കലിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം കൂടുമെന്നാണോ? അതായത് നിലയ്ക്കലിൽ സൗകര്യങ്ങൾ ഒരുക്കാതെ വന്നാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ എടുത്തിരിക്കുന്ന ഒരു മാർഗം എന്നത് പരമാവധി നിയന്ത്രണങ്ങളോടെ ശബരിമലയിലേക്ക്, അതായത് ഭക്തർ തൊഴുത് മടങ്ങി ഇറങ്ങുന്ന ആ ഒരു ആനുപാതിക ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുക എന്നുള്ള ഒരു രീതിയിലേക്കാണ്. കാലങ്ങളായി തന്നെ ഇതാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധി, അതായത് നിലയ്ക്കലാണ് ശബരിമലയുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ബേസ് ക്യാമ്പിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ അസൗകര്യങ്ങൾ, അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൃത്യമായി കണ്ടതാണ്.
ഭക്തർക്ക് വിരിവെക്കാനുള്ള സൗകര്യമില്ല, ശൗചാലയങ്ങളില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ്. ദിവസം 20,000 തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴി കയറ്റിവിടുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു തുടക്കത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ എത്തിച്ചത്. പക്ഷേ അത് പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തിരക്ക് നിയന്ത്രണത്തിനപ്പുറത്തേക്കാകുന്നു. ഒരു വലിയ രീതിയിലുള്ള അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് സന്നിധാനം പോകുന്നു. ഈ ഒരു സമയത്താണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. 5000-ലേക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് നിജപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്തുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഇതൊന്നും അറിയാതെ എത്തുന്ന ഭക്തർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടാണ്. നിലവിൽ നിലയ്ക്കൽ ഇവരെ വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങളും അവരെ തടഞ്ഞു നിർത്തുമെന്ന് പറയുമ്പോൾ അവിടെ എത്രത്തോളം സൗകര്യമൊരുക്കി എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മണ്ഡലകാലത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ് KSRTC ബസ്സിലൊക്കെ തന്നെ കുത്തി നിറച്ചുകൊണ്ട് ഭക്തരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. അങ്ങനെ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ ഏർപ്പെടുത്തുന്ന ഓരോ നിയന്ത്രണങ്ങളും അത് ഭക്തരെ സംബന്ധിച്ചോളം അവർക്ക് വലിയ വെല്ലുവിളിയാകുന്നു, വലിയ ബുദ്ധിമുട്ടാകുന്നു. അവരുടെ കണ്ണീർ വീഴുന്നതിനുള്ള ഒരു സാഹചര്യമാകും വീണ്ടും 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 ഒരുക്കുക. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ പമ്പയിൽ, നിലയ്ക്കലിലൊക്കെ നിയന്ത്രണ വിധേയമല്ലാത്ത വിധം കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം ഭക്തർ ഒരുപാട് അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഈ ഭക്തരെ ശബരിമലയിലേക്ക് കടത്തിവിടുന്നത് നിയന്ത്രിക്കുന്ന ഇടം നിലയ്ക്കലോ പമ്പയോ ഒക്കെ ആകും. അങ്ങനെയെങ്കിൽ അവിടെ ഭക്തരുടെ എണ്ണം ക്രമാതീതമായി കൂടാനുള്ള സാധ്യതയുണ്ട്. അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകാനും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.